Chinese kitchen. നമുക്കിന്ന് ചിക്കൻ ഫ്രൈ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഞാൻ ഇവിടെ ബോൺലെസ് ചിക്കൻ ആണ് എടുത്തിട്ടുള്ളത്, ചിക്കൻ ബ്രസ്റ്റ് ആണ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ എല്ലുള്ള ഫുൾ ചിക്കൻ കട്ട് ചെയ്തെടുത്താലും ഒരു കുഴപ്പമില്ല. ഇതിപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു 1/2 kg ഉണ്ടാവും. ഇനി നമുക്ക് ഇത് ഫ്രൈ ചെയ്യാനുള്ള ഒരു മിക്സ് പ്രിപ്പയർ ചെയ്യാം. ഞാൻ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, പിന്നെ ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുന്നുണ്ട്. അത് ജസ്റ്റ് കളറിന് വേണ്ടിയിട്ടാണ് ചേർക്കുന്നത്. കാശ്മീരി ചില്ലി പൗഡർ ഇല്ലെങ്കിൽ സാധാ മുളക് പൊടി തന്നെ നിങ്ങളുടെ എരിവിനനുസരിച്ച് എടുക്കാം. കാശ്മീരി ചില്ലി പൗഡർ 1 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. 1/4 സ്പൂൺ ഗരം മസാല പൗഡർ, 1/2 സ്പൂൺ മല്ലിപ്പൊടി, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, നാരങ്ങ നീരാണത്, അതൊരു ടേബിൾ സ്പൂൺ ഉണ്ടാവും, അത് ചേർത്ത് കൊടുക്കാം. ഇഞ്ചി അരച്ചത് 1 ടേബിൾ സ്പൂൺ, വെളുത്തുള്ളി 1 ടേബിൾ സ്പൂൺ, ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ഞാൻ ഇതിലേക്ക് 1 മുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചിക്കന് നല്ല ഒരു കോട്ടിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ. ഇനി ഇത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ഈ പൊടിയും എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഈ മിക്സ് ചിക്കനിലേക്ക് നന്നായി മിക്സ് ചെയ്ത് വെക്കാം. ഈ മിക്സ് ഒരു 1/2 മണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. 1/2 മണിക്കൂർ കഴിയുമ്പോൾ ഇത് ഫ്രൈ ചെയ്തെടുക്കാം. എത്ര 1/2 മണിക്കൂർ 1 മണിക്കൂർ എത്ര സമയം വേണമെങ്കിലും ഇത് വെക്കാം. ഫ്രിഡ്ജിൽ വെക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് മോർണിംഗ് എടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിപ്പോൾ 1/2 hour ആണ് ഞാൻ ഇപ്പോൾ വെക്കുന്നത്. അത് കഴിഞ്ഞ് ഇത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഫ്രൈ ചെയ്യുമ്പോൾ നോക്കാം. നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഒരു 1/2 hour മേലെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ ഇവിടെ പാൻ എടുത്തിട്ടുണ്ട് ഫ്രൈ ചെയ്യാനുള്ള. അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. എണ്ണ നല്ല തിളച്ച് എണ്ണ ചൂടാവുമ്പോൾ ഒരു മീഡിയം ഹീറ്റിലേ ചൂടാവാൻ പാടുള്ളൂ. ഭയങ്കര എണ്ണ ചൂടായിട്ടില്ലെങ്കിൽ ലോ ഫ്ലെയിമിലാണെങ്കിൽ നമ്മൾ ഇട്ട് കൊടുത്ത ഇപ്പൊ ചിക്കൻ ഇട്ട് കൊടുക്കുമ്പോൾ എണ്ണ നന്നായി വലിക്കും, വേവാനും കുറെ സമയം എടുക്കും. ഹൈ ഹീറ്റ് ആണെച്ചെങ്കിൽ നമ്മൾ ഇട്ട വഴിക്ക് പുറം ഭാഗം കരിയും, പക്ഷെ അകം വേവില്ല. അപ്പൊ അതുകൊണ്ട് എപ്പോഴും ഒരു മീഡിയം ഹീറ്റിൽ വേണം എണ്ണ ചൂടായി ഉണ്ടാവാൻ. എണ്ണ അത്യാവശ്യം നല്ല മീഡിയമിൽ ഹീറ്റ് ആയിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കൻ ഇടുമ്പോൾ തന്നെ ഇങ്ങനെ പൊരിഞ്ഞ് ഇങ്ങനെ വരും. അപ്പോൾ ആണ് എണ്ണ പാകത്തിന് ചൂടായെന്ന് പറയാം. നമ്മൾ അടുത്തടുത്ത് ഇട്ട് കൊടുക്കണ്ട. കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് ചിക്കൻ ഇട്ട് കൊടുക്കാം. നമുക്ക് കുറച്ച് ഇട്ടിട്ട് വറുത്തെടുക്കാം.
ഒരു ഭാഗം ആയി കഴിഞ്ഞാൽ അത് മറച്ചിട്ട് കൊടുക്കാം. നന്നായി രണ്ട് ഭാഗം ചിക്കൻ്റെ എല്ലാ വശം നന്നായി ഫ്രൈ ആയി വരണം. നമുക്ക് ചിക്കൻ എല്ലാം ആയിട്ടുണ്ട്. നമുക്കിത് മാറ്റാം. ഒരു ടിഷ്യൂ വയ്ക്കാം. കിച്ചൺ ടിഷ്യൂ വെച്ചിട്ട് നമുക്ക് ഈ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ എക്സസ് എണ്ണയൊക്കെ ഉണ്ടെങ്കിൽ ഈ ടിഷ്യൂ വലിച്ചെടുത്തോളും. നമ്മൾ കുറച്ച് വറുത്ത് കോരി ഇനി ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ഇട്ട് വറുത്ത് എടുക്കാം. ഗ്യാപ്പ് ഇട്ടിട്ട് ചിക്കൻ എല്ലാം ഇട്ട് വറുത്ത് കോരാം. കൈ വെച്ചിടുമ്പോൾ ശ്രദ്ധിക്കണം, നന്നായി ചൂടുള്ള എണ്ണയാണ്, കൈ പൊള്ളും. ഒരു ഭാഗമായി എല്ലാം ഒന്ന് മറച്ചിട്ട് കൊടുത്തു. ഇനി എല്ലാ സൈഡും ഫ്രൈ ആയി വരുമ്പോൾ നമുക്കിത് മാറ്റാം. എല്ലാ ഭാഗവും നന്നായി ഫ്രൈ ആയിട്ടുണ്ട്. നമുക്ക് മാറ്റാം. നമുക്കിത് വെയിറ്റ് ചെയ്യാം. ഒരു ഭാഗമാകുമ്പോൾ മറിച്ചിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ ക്രിസ്പി ചിക്കൻ ഫ്രൈ റെഡിയാണ്. നമുക്ക് ഇതിൻ്റെ ലാസ്റ്റ് ഇതിൻ്റെ മുകളിൽ ജസ്റ്റ് കുറച്ച് കരിവേപ്പിലയും പച്ചമുളകും ഒന്ന് എണ്ണയിൽ വറുത്ത് കോരി ഇതിൻ്റെ മുകളിൽ ഇടാം. ഒരു 2-3 പച്ചമുളക്, കറിവേപ്പില, ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം. ജസ്റ്റ് നമ്മൾ പച്ചമുളകും കറിവേപ്പിലയും വറുത്തത് ഇതിൻ്റെ മുകളിലൊന്ന് ഇട്ട് കൊടുക്കാം. ജസ്റ്റ് ഇത് ഗാർണിഷിന് വേണ്ടിയിട്ടാണ്. എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായി എന്ന് വിചാരിക്കണം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം.